ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഹോം ഹാക്സ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഡയറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ഡയറിയൊക്കെ നമുക്ക് എങ്ങനെ ഒരു പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ളൊരു ടിപ്പാണ് ഫസ്റ്റ് തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഡയറിയാണ്. അപ്പോൾ ഇതിൻ്റെ ചട്ടയിൽ അവരുടെ ആ ഒരു ആഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ടച്ച് കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ പലർക്കും ഇങ്ങനെയുള്ള ഡയറീസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും. അപ്പോൾ വേറൊരു ഡയറി പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു ഡയറീനെ നമുക്ക് റിന്യൂ ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 10 റുപ്പീസാണ് വരുന്നത് പെർ പീസിന്. അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് റിന്യൂ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചട്ടയുടെ സൈസിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി വിഡ്ത്തിൻ്റെ ആ ഒരു ഷോർട്ടേജ് നമ്മൾ വേറൊരു ഷീറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഇതൊന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് ഡയറി ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നോ കോസ്റ്റിൽ എങ്ങനെ ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ചെറിയ സ്റ്റെപ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മുത്തിൻ്റെ മാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ളൊരു മാലയാണ് കുട്ടികളുടെ. അപ്പോൾ അത് ഞാനിതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ ചെറിയ ടോയ്സ് ഉണ്ടെങ്കിൽ, ടൈനി ടോയ്സൊക്കെ വരുന്നില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പിന്നെ നമ്മുടെ ഹെയർ ആക്സസറീസ് തന്നെ ഫ്ലവർ ബോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു വലിയ മുത്ത് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി പോർഷനും കൂടെ നമ്മൾ ഈ ഒരു ഡയറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. ഇതിൻ്റെ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി ബാലൻസ് വരുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ഡയറീസൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർക്ക് ഇങ്ങനെയുള്ള ഡയറീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അവർ യൂസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ ആ ഒരു മോട്ടിവേഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയറി മേക്ക് ഓവറൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ.
നെക്സ്റ്റ് ഹാക്ക് ഷെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള പാഴ്സൽ പാക്കിലുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷനൊക്കെ എങ്ങനെ നമുക്ക് ഇറേസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ബിഫോർ ഡിസ്കാർഡ് നമ്മളിത് മസ്റ്റായിട്ടും ഇറേസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഇറേസിങ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇനി സാനിറ്റൈസർ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പ്രേ ബോട്ടിൽസൊക്കെ ബാലൻസൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു ഇങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറേസായി കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഹാക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള സ്റ്റീമറൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ കേടുവരലും ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടേതായിരുന്നു. നമ്മളിത് 2 years ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 400 ഒക്കെ റേഞ്ച് വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് കേട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ലാത്തൊരു കാര്യം കൂടിയിട്ടാണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻസേർട്ട് ചെയ്യുന്ന കോയിലിൻ്റെ ഭാഗമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആ ഒരു കണ്ടെയ്നർ വന്നിട്ട് നല്ല തിക്ക് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഫേസിലേക്ക് ആ ഒരു സ്റ്റീം ചെയ്യുന്ന ആ ഒരു ഭാഗം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ എങ്ങനെയാണ് നമുക്ക് റീയൂസ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഈ കപ്പിനെ നമുക്ക് ഒരു മെഷറിംഗ് കപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹാൻഡിലുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കപ്പാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ അരിയിടുന്ന പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ആൻഡ് ത്രോ എന്നുള്ളത് റീയൂസ് ആൻഡ് ത്രോ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറ്റാനും ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് ഹാക്കായിട്ട് ഷെയർ ചെയ്യുന്നത് സെയിം പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു പാർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളത് റീയൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് ഹോൾസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബേസിലുള്ളത് കൊണ്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മളിത് റീയൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആസ് ഇറ്റ് ഈസ് ഒരു പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് അതിലേക്ക് പോട്ടിങ് മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു ഹാങ്ങിങ് പ്ലാന്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഹോളിലൂടെ 2 വശത്തോട്ടായിട്ട് ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാക്ക് നൂലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 4 പീസ് വരുമല്ലോ 2 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് 4ഉം കൂടെ ഒന്ന് ടൈ അപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ നേരെയുള്ള ഹോളിലേക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്രോസ് ആയിട്ടും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ടൈ അപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം ബോട്ടം പാർട്ടിൽ 2 നോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സെക്കൻഡ് ത്രെഡും കൂടെ അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബോട്ടം പാർട്ടിൽ അതും കൂടെ ഒന്ന് ടൈ അപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ടു ഹാങ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഡയറക്റ്റ് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നില്ല. നമ്മൾ വേറെ ബോട്ടിലോ വേറെ പോട്ടിലൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഇതിലേക്കൊന്ന് ഇൻസെർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കത് ഈസി ടു മാനേജ് ആണ്. ഇനി ഈ ത്രെഡിൻ്റെ എൻഡിലും കൂടെ ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ ഡാമേജ് ആയിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റുന്നതാണ്. ഇനി ഈ ഒരു പാർട്ടാണ് നമ്മുടെ ഈ സ്റ്റീമറിൻ്റെ ബാലൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിതൊന്നും ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ വയറൊക്കെ നമുക്ക് പല രീതിയിലും റീയൂസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരു ബാസ്ക്കറ്റിൻ്റെ ഹാൻഡിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആയത് കാരണം തന്നെ നല്ല സ്ട്രോങ് ഹാൻഡിലൊക്കെ ആയിട്ട് ഈ ഒരു പാർട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ലിഡൊക്കെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ റീയൂസ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. ഇതും നമ്മുടെ ഫുഡ് കണ്ടെയ്നേഴ്സിൻ്റെ ഒപ്പം വരുന്ന ഒരു ലിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ആൻഡ് ത്രോ ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണിത്. അപ്പോൾ ഇതിൻ്റേതും ലൈഫ് ടൈം നമുക്ക് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ആ ഒരു ഡിസ്കാർഡ് ഒന്ന് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒരു കോസ്റ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചാക്ക് നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഫെവി ഗ്ലൂ വെച്ചിട്ട് ഇതാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ലിഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ലിഡിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു മഗ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു കോസ്റ്ററാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാനൊരു ബോട്ടിൽ, അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാകത്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഫെവിക്കോളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. നമ്മുടെ ഹാൻഡ് മെയ്ഡ് കോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു ലൈസിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് ആസിറ്റീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബോട്ടിൽസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ഫ്രീ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാർഡ്ബോർഡ് ബോക്സാണ്. അധികം വിട്ടില്ലാത്തൊരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സെയിം ബോക്സ് തന്നെയാണ്. അപ്പോൾ ഞാനിത് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം തിക്കുള്ളൊരു ബോക്സ് തന്നെയാണ്. അപ്പോൾ ഞാനിതിൽ വെയിറ്റൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. ഒട്ടും നമുക്ക് ബെൻഡായി പോകുന്നൊന്നുമില്ല. എന്നാലും നമ്മളിതൊന്നും കൂടെ സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് ചെയ്തെടുക്കാം.
ഈ ഒരു ബോക്സ് നമ്മളൊന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൽ തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാമെന്നുള്ള ഒരു മെത്തേഡും കൂടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ വെച്ചിട്ടുള്ള ബോട്ടിൽസൊക്കെ ബാക്ക് സൈഡിലുള്ള ബോട്ടിലൊക്കെ നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ ആ ഒരു കണ്ടൻറ്റൊക്കെ കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇങ്ങനെയുള്ള ബോക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സ്പേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് കാർഡ്ബോർഡ് ബോക്സാണ്. ഇനി അതിലേക്കാണ് ഫസ്റ്റ് ലെയർ ഓഫ് ബോട്ടിൽസൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മുടെ ബേസിലേക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ബോട്ടിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ബാക്കിലുള്ള ബോട്ടിൽസൊക്കെ എടുക്കാനും കാണാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്കിതുപോലെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ നോ കോസ്റ്റിൽ തന്നെ ഒരു ഓർഗനൈസേഴ്സൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണിത്. നമുക്ക് ആ ഒരു വെച്ചിട്ടുള്ളത് കാർഡ്ബോർഡ് ബോക്സാണെന്ന് കാണത്തുമില്ല. നമ്മുടെ ആ ഒരു ഫങ്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വളരെ ആപ്റ്റും കൂടിയിട്ടാണ്. അതുപോലെ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.